ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശ്വാസികളുടെ ഇടയിലുള്ള ഒരു വാട്സാപ്പ് കൂട്ടായ്മയിലെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ആശയത്തെ ചുവടുപിടിച്ചു നിരന്തരമായ പ്രാർത്ഥനകൾക്കും നിരന്തരമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമൊക്കെ ഒടുവിൽ ജന്മമെടുത്തൊരു സംഘടനയാണ് ഡെമോക്രാറ്റിക് ബിലീവേഴ്സ് ഫോറം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് അരുൾ ചെയ്ത സർവശക്തനായ ദൈവത്തിൻ്റെ വാക്കുകളിൽ അടങ്ങിയിട്ടുള്ള യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട അതിശക്തമായ സാമൂഹിക പ്രതിബദ്ധതയുടെ ആഴത്തെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് സാമൂഹിക നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിൽ അതിവേഗം വളരുന്ന ക്രിസ്തീയ വിഭാഗങ്ങളിലൊന്നായ വിശ്വാസ സമൂഹം ഇത്തരത്തിൽ സംഘടിക്കുവാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് അധികം ദീർഘിപ്പിക്കാതെ തന്നെ നമുക്ക് പൊതു പരിപാടികളിലേക്ക് കടക്കുകയാണ്. എന്നാൽ നമ്മൾ പ്ലാൻ ചെയ്തതിൽ നിന്ന് വിരുദ്ധമായി ബഹുമാനപ്പെട്ട എറണാകുളത്തിൻ്റെ MP-ക്ക് ചില കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ആദ്യമായി തന്നെ നമ്മൾ മുന്നോട്ട് വിളിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ യോഗത്തിലെ മുഖ്യ സന്ദേശം നൽകുന്നതിനായിട്ട് എറണാകുളത്തിൻ്റെ സ്വന്തം MP ശ്രീ ഹൈബി ഈഡൻ അവർകളെ എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ ഉയർന്നു വന്ന് ഈ നാടിൻ്റെ പ്രത്യേകിച്ചും എറണാകുളത്തിൻ്റെ പ്രിയപുത്രനായി മാറിയ ഈ യോഗത്തിലേക്ക് ഉള്ള ക്ഷണം നിരസിക്കാതെ നമ്മെ സ്നേഹിച്ച് കടന്നു വന്ന ശ്രീ ഹൈബി ഈഡൻ MP-യെ മുഖ്യ സന്ദേശം നൽകുന്നതിനായി ക്ഷണിച്ചു കൊള്ളുന്നു. ഓൾറെഡി വന്നു കഴിഞ്ഞു. ബഹുമാന്യരെ, ഡെമോക്രാറ്റിക് ബിലീവേഴ്സ് ഫോറത്തിൻ്റെ ഭാരവാഹികളെ, സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഷെൻസി, ഞാൻ NSUയുടെ നാഷണൽ പ്രസിഡൻ്റായിരുന്നപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നാഷണൽ ഡെലിഗേറ്റ് ആയിരുന്നു. എന്നോടൊപ്പം ഒരുപാട് സംസ്ഥാനങ്ങളിൽ വളരെ ആക്റ്റീവായി NSUയുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു കൊച്ചു സഹോദരിയാണ്. അപ്പോൾ ഷെൻസി, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങളൊരു ഫ്ലൈറ്റ് നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതി മഹാരാഷ്ട്രയിലെ ഒരു ചിഞ്ചുവാഡ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുനിന്ന് ഫ്ലൈറ്റിന് ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ആ എയർപോർട്ടിൽ ചെന്ന് ഫ്ലൈറ്റ് കയറിയ ഒരു രംഗം ഞാനിന്ന് ഓർക്കുകയാണ്. അന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന മീനാക്ഷി നട്രാജന് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആളായിരുന്നു ഷെൻസി. പിന്നീട് അക്കാദമിക് രംഗത്തേക്കൊക്കെ കടന്നു, ഡോക്ടറേറ്റ് നേടി, കൊല്ലം സ്വദേശിനിയാണ്. വളരെ അടിസ്ഥാനപരമായ കോൺഗ്രസിൻ്റെ ആശയങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. ഞാനൊരു വലിയ പ്രസംഗം നടത്തുന്നില്ല, കാരണം വലിയ പ്രസംഗം നടത്താൻ എനിക്ക് സാധിക്കില്ലാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു പാസ്റ്റർ ഇങ്ങോട്ടേക്ക് കടന്നു വരുമെന്നുള്ളത് കൊണ്ടിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ നിങ്ങളെല്ലാവരും ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടിട്ടാണ്. പാസ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാ ചിരിച്ചത്? പാസ്റ്റർ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? പാസ്റ്റർ വലിയൊരു വെല്ലുവിളിയാണ് നമുക്കൊക്കെ. നമ്മൾ ക്രിസ്ത്യാനികളാണെന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോഴും പാസ്റ്റർ വന്നിട്ട് വലിയ പ്രസംഗമൊക്കെ നടത്തി കയ്യടി നേടിക്കൊണ്ട് പോകും. അപ്പോൾ ആ പാസ്റ്ററിൻ്റെ പ്രസംഗമുള്ളത് കൊണ്ട് ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മാർച്ച് ഉള്ളത് കൊണ്ടിട്ടാണ് ഞാൻ കൂടുതൽ നേരത്തെ സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ കൃത്യസമയത്താണ് വന്നത്. ആഗോള ക്രൈസ്തവ സമൂഹം വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഡെമോക്രാറ്റിക് ബിലീവേഴ്സ് ഫോറം എന്ന ഈ പ്ലാറ്റ്ഫോം നിങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത്. ആ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ജനാധിപത്യവും മതേതരത്വവും ഉയർത്തിപ്പിടിക്കണമെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് വന്ന ആളുകളാണ്. ഞാൻ ഒരുപാട് സമ്മേളനങ്ങളിൽ, പെന്തക്കോസ്ത സമ്മേളനങ്ങളിൽ പോയിട്ടുണ്ട്. ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് ചേർച്ചസിൻ്റെ പരിപാടികൾക്ക് പോയിട്ടുണ്ട്. അവിടെയെല്ലാം കാണുന്ന ആളുകളെല്ലാം നമ്മുടെ ആശയത്തോട് യോജിക്കുന്ന ആളുകളാണ്. പക്ഷേ ആരാണ് അവരെന്ന് നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ, മുഖം കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കാറില്ല. ഇപ്പോൾ VS ജോയ് എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പാസ്റ്റർ ഈ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പാസ്റ്ററെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുക. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടില്ല, ഒരു പാസ്റ്റർ വരും എന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ പാസ്റ്റർ വരും എന്ന് പറഞ്ഞപ്പോഴേക്കും ആൾക്കാർ ഭയങ്കര ചിരി തുടങ്ങി. അപ്പോൾ ജനാധിപത്യ കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവറുകളാണ് നമ്മളുടെ ഇടയിലുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്.
അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്, മറ്റൊന്നുമല്ല. ഇപ്പോൾ VS ജോയ്, ഞാൻ ഓൾ ഇന്ത്യ NSUIയുടെ പ്രസിഡൻ്റായിരുന്നപ്പോൾ മലപ്പുറം ജില്ലാ KSUവിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. താര അന്ന് പൊളിറ്റിക്സിലില്ലെങ്കിലും ഞാൻ തേവര കോളേജിൽ പഠിക്കുമ്പോൾ അന്നത്തെ ഞങ്ങളുടെ നൈറ്റിംഗിലായിരുന്നു, പാട്ടുകാരിയായിരുന്നു. പാട്ടിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കോളേജ് ഉപേക്ഷിച്ച് സെൻറ്റ് തെരേസസ് കോളേജിലേക്ക് പോയി സമ്മാനങ്ങളൊക്കെ സെൻറ്റ് തെരേസസ് കോളേജിന് വാങ്ങിക്കൊടുക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാം ഓരോ കാലഘട്ടത്തിൽ നമ്മളോട് ചേർന്ന് പ്രവർത്തിച്ച ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ മുഖം തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്ലോബൽ ക്രൈസിസാണ്, ആഗോള അടിസ്ഥാനത്തിൽ ക്രൈസ്തവ സഭ ഒരുപാട് വലിയ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്, വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അത് യൂറോപ്പിലാണെങ്കിൽ പുതിയ തലമുറ വിശ്വാസത്തിൽ നിന്നകന്ന്, പള്ളികളിൽ നിന്നകന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങളെ ശക്തമായി വേട്ടയാടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മണിപ്പൂർ നമ്മുടെ മുമ്പിൽ ഇന്നും ജീവിക്കുന്ന ഒരു വലിയ ഉദാഹരണമാണ്. മണിപ്പൂർ ഏറ്റവും ആദ്യം പോകാൻ കഴിഞ്ഞ ഒരു ജനപ്രതിനിധിയാണ്. പല മതമേലധ്യക്ഷന്മാരും മണിപ്പൂരിനോട് മുഖം തിരിഞ്ഞു നിന്നപ്പോൾ ഞങ്ങളവിടെ പോയി വന്ന് പറഞ്ഞ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് അവരെല്ലാം പ്രതികരിക്കാൻ തുടങ്ങിയത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സങ്കീർത്തനം 91 കർത്താവിൻ്റെ സംരക്ഷണം എല്ലാം പഠിച്ചിട്ട് വരേണ്ട ഒരു കാലഘട്ടമായിരിക്കുകയാണ്. കാരണം ഞങ്ങളുടെ ചില നേതാക്കന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ മനോഹരമായി നിങ്ങളുടെ പാസ്റ്റർമാർ പ്രസംഗിക്കുന്നതിനേക്കാളും മനോഹരമായി വലിയ 1000-10,000 ആളുകളെ അഭിസംബോധന ചെയ്യുന്നത് കൊണ്ട് അത് ഈ കാലഘട്ടത്തിൻ്റെ കൂടി ഒരു ആവശ്യമാണ് എന്ന തിരിച്ചറിവിലൂടെ ഞാനും തയ്യാറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്. വളരെ തിരക്കുകൾക്ക് നടുവിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വരികയും വളരെ ലഘുവായൊരു സന്ദേശം നമുക്ക് നൽകി തരികയും ചെയ്ത എറണാകുളത്തിൻ്റെ MP ശ്രീ ഹൈബി ഈഡന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചതിൻ്റെ, ഞങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി, ഞങ്ങളുടെ ആദരം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു മെമൻറ്റോ നൽകാനായിട്ട് അഡ്വക്കേറ്റ് ശ്യാം കുരുവിളയെ ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹത്തിന് തിരക്കുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ മീറ്റിങ്ങിൽ ഒരു ചെറിയ റീഅറേഞ്ച്മെൻറ്റ് കൊണ്ടുവന്നത്. ഇനി നമ്മുടെ യോഗം, നമ്മളുടെ പ്രോഗ്രാം അനുസരിച്ച് തന്നെ നമുക്ക് തുടരാവുന്നതാണെന്ന് കരുതുന്നു. യോഗാരംഭത്തിൽ പോയ വർഷങ്ങളിൽ കേരള സമൂഹത്തെ ഒന്നാകെ ഏറെ ദുഃഖിപ്പിച്ച് കടന്നുപോയ നമ്മുടെ സമുന്നതരായ നേതാക്കന്മാരുടെ, കേരളത്തിൻ്റെ ആരാധ്യനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെയും നമ്മുടെ PT-യുടെയും ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു നിമിഷം ആദരവോടെ മൗനമായി എഴുന്നേറ്റ് നിൽക്കാം. നന്ദി. ആദ്യമായി സംഘടനയുടെ പ്രഥമ സമ്മേളനത്തിന് ആതിഥ്യമരുളുന്ന എറണാകുളത്തിൻ്റെ മണ്ണിലേക്ക് വിശ്വാസ സമൂഹത്തെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യാൻ ജില്ലയുടെ നിയുക്ത അമരക്കാരൻ ബ്രദർ റോയ് തോമസിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ എല്ലാം സുപരിചിതനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ സാംസൺ കോട്ടോ അവർകൾ, ഇന്നത്തെ നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ട് കടന്നു വന്നിരിക്കുന്ന കേരളത്തിൻ്റെ ഗർജിക്കുന്ന സിംഹം പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവർകൾ, ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു മലയാളിയുടെ ശബ്ദം, വേറിട്ട ഒരു ശബ്ദം കേൾപ്പിച്ച ഈ ന്യൂസ് ചാനലുകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ്, അതിലെ എല്ലാ നേതാക്കന്മാരുടെയും ഓരോ ദിവസത്തെയും പ്രസംഗവും ഓരോരോ കാര്യങ്ങളും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്.
ഇപ്പോൾ ലോക്സഭാ സ്പീക്കർ നമ്മുടെ എം പിമാരോട് മിണ്ടാതിരിക്കാൻ പറയുക. അപ്പോൾ ഒരു മലയാളി ശബ്ദം ഹിന്ദിയിൽ ഞങ്ങളാരും ഓട് പൊളിച്ചിറങ്ങി വന്നവരല്ല എന്ന് ഈ ഇന്ത്യയിലെ സകല ജനങ്ങളും കേൾക്കെ പാർലമെൻറ്റിൽ വിളിച്ചു പറഞ്ഞ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ എം പി ശ്രീ ഹൈബി ഈഡൻ അവർകൾ മലപ്പുറത്തിൻ്റെ ഒരു യുവാക്കളുടെ ഹരമായി മലപ്പുറത്തെ മാറ്റിയ ശ്രീ DCC പ്രസിഡന്റ് ശ്രീ VS ജോയ് അവർകൾ, കോൺഗ്രസ്സിന് എന്നും എന്തൊക്കെ ആശയങ്ങൾ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാമെന്നുള്ള ആശയങ്ങളുടെ ഒരു അമരക്കാരനും നമ്മുടെ സംഘടനയുടെ മെൻറ്ററും കൂടിയായിരിക്കുന്ന ശ്രീ JS അടൂർ, ജോൺ സാമുവൽ അടൂർ അവർകൾ ഉൾപ്പെടെ ഈ യോഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർ, ജില്ലാ ഭാരവാഹികൾ, പ്രിയപ്പെട്ട ദൈവജനമേ, സഹപ്രവർത്തകരെ, ഈ ഒരു ആശയം പലരിലേക്കും നമ്മൾ കൈമാറിയപ്പോൾ പലരും ചോദിച്ചൊരു കാര്യമുണ്ട്, നമുക്ക് ദൈവമക്കൾക്ക് ഈ രാഷ്ട്രീയം പാടുണ്ടോ? സത്യത്തിൽ പഴയ നിയമ രാജാക്കന്മാർ ഈ ജനത്തെയാണ് ഭരിച്ചിരുന്നത്. ഈ കാലഘട്ടവും പഴയ കാലഘട്ടവും തമ്മിൽ നമ്മളൊരു കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആശയം അതുപോലെ ജനങ്ങളിൽ നിവർത്തീകരിക്കുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ സ്വന്തം പ്രസ്ഥാനങ്ങളുടെ ആശയം, പ്രത്യേകിച്ച് സംഘപരിവാറിൻ്റെ ആശയം, അതുപോലെ ആശയങ്ങൾ അടിച്ച് ഏൽപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ജനാധിപത്യത്തെ കൊന്നുകളയുന്ന ഒരവസ്ഥ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഈ കാലഘട്ടത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഏകദേശം 20 ലക്ഷത്തോളം വരുന്ന, കേരളത്തിൽ മാത്രം വരുന്ന ബിലീവേഴ്സ് ആയിരിക്കുന്ന നമുക്ക് ഒരു ദൈവത്തിൻ്റെ ആലോചന പ്രകാരം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഒരു ഭരണം നടത്തിക്കുവാൻ നമുക്ക് ഏവർക്കും വിചാരിച്ചാൽ സാധിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതിനുവേണ്ടി ഇവിടെ ഷിൻസി മാഡം പറഞ്ഞ പോലെ 2020 തുടങ്ങിയ ഞങ്ങൾ കോൺഗ്രസ്സാർ എന്ന വാട്സാപ്പ് കൂട്ടായ്മ ഈ 4-ാം വർഷം ഇന്നു മുതൽ ഈ ലോകം അറിയപ്പെടുന്ന ഡെമോക്രാറ്റിക് ബിലീവേഴ്സ് ഫോറം എന്ന ഒരു സംഘടനയായി മാറിയിരിക്കുന്നു. ഇത് നമ്മുടെ ഒരു തുടക്കം മാത്രമായിരിക്കണം. നമ്മുടെ ദൈവമക്കളെ ഇനിയിപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയക്കാരായി മാറ്റാനോ ഇതിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരാനോ അല്ല, രാഷ്ട്രബോധം നമ്മളിൽ ഓരോരുത്തരിലേക്കും കടന്നു വരണം. നമ്മൾ പലപ്പോഴും നമ്മൾക്കൊരു ചിന്താഗതിയുണ്ട്, നമ്മൾ ദൈവമക്കൾ, നമ്മൾ ലോകപ്രകാരം ഒരു കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്നൊരു തെറ്റായ ചിന്താഗതി നമുക്കുമുണ്ട്, നമ്മളെ പഠിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷെ അത് വളരെ തെറ്റാണ്. നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടവരല്ല, ഈ സമൂഹത്തെ ചേർത്ത് നിർത്തേണ്ടവരാണ്. നമ്മുടെ സ്വഭാവം, ദൈവികമായ നമ്മുടെ സ്വഭാവം നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കണം. സേർ മാൻ ആസ് ഗോഡ്. നമ്മൾ ഇപ്പം നമ്മുടെ പുതിയ ആപ്തവാക്യം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ലക്ഷ്യവും മാർഗവും സാമൂഹിക നന്മയ്ക്ക്. നമ്മുടെ ഓരോരുത്തരുടെയും ആപ്തവാക്യം അത് തന്നെയായിരിക്കണം. ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം ഞാൻ നീട്ടുന്നില്ല, ഞാൻ ചുരുക്കി കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളൂ. ഇവിടെ പൂച്ചണ്ട ആദ്യം കൊടുത്തുപോയി. ഞാൻ ഈ യോഗത്തിന് ആതിഥേയം വഹിക്കുന്ന അധ്യക്ഷൻ ശ്രീ സാംസൺ കോട്ടൂർ അവർകളെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടകനായി കടന്നു വന്നിരിക്കുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് അവർകൾ, അദ്ദേഹത്തെ പറ്റി കൂടി ഒരു വാക്കുകൂടി പറഞ്ഞോട്ടെ. ഇരട്ടച്ചങ്കൻ, നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ കാര്യമുണ്ട്, ഒരു ഇരട്ടച്ചങ്കുള്ളൊരു മനുഷ്യൻ ഈ കേരളത്തിലുണ്ട്. ആ ഇരട്ടച്ചങ്കിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല എന്ന് ഈ കേരളക്കരെയും ഈ ഇന്ത്യയിലുള്ള ആളുകളെ മുഴുവൻ ഓരോ ദിവസവും തുറന്ന് കാണിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ VD സതീശൻ അവറുകളെ ഞാൻ ഈ യോഗത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു.
അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ MP ഹൈബീഡിൻ അവറുകളെ യോഗത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മെൻറ്റർ JS അടൂർ അവറുകളെ യോഗത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ VS ജോയ്, മലപ്പുറം DC പ്രസിഡന്റ് ശ്രീ VS ജോയ് അവറുകളെ യോഗത്തിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അല്ല, കടന്നു വന്നിരിക്കുന്ന ഓരോ വിശിഷ്ടാതികൾ, DCC പ്രസിഡന്റുമാർ, അതുപോലെ ഇതിൻ്റെ മെൻറ്റേഴ്സ് ആയിരിക്കുന്നവർ, സ്റ്റേറ്റ് ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ, ദൈവദാസന്മാർ, എല്ലാവരെയും ഈ യോഗത്തിൻ്റെ പേരിൽ ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി റോയ് ബ്രദർ. ചുമതലകൾ ഏറ്റെടുക്കുക എന്നത് ലളിതമായ ഒന്നല്ല. അതുപോലെ ഏൽപ്പിക്കപ്പെടുന്ന ചുമതലകളിൽ വിശ്വസ്തരായിരിക്കുക എന്നതും എളുപ്പമല്ല. പ്രത്യേകിച്ചും കെട്ടിലും മട്ടിലും പുതുമയുള്ള ഒരു സംഘടനയെ അതിശക്തമായ അടിസ്ഥാനമിട്ട് പണിതെടുക്കുക എന്നത് ഭാരിച്ച ഉത്തരവാദിത്തമാണ്. കൂടെ ഉണ്ടാകും എന്ന് വാക്കു പറഞ്ഞവർ പാതി വഴിയിൽ ഇട്ടിട്ട് പോയപ്പോഴും തെല്ലും പിന്മാറാതെ താൻ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തത്തിൻ്റെ വെല്ലുവിളികൾ സധൈര്യം ഏറ്റെടുത്ത് താൻ വഹിക്കുന്ന മറ്റു ചുമതലകൾക്കൊപ്പം തന്നെ ഈ സംഘടനയ്ക്ക് വേണ്ടി, ഇന്നത്തെ പൊതുസമ്മേളനത്തിനു വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ഈ സമ്മേളന യോഗത്തിൻ്റെ അധ്യക്ഷൻ, നിയുക്ത പ്രസിഡന്റ്, ക്രൈസ്തവ കൈരളിയുടെ പ്രിയ ഗായകൻ ബ്രദർ സാംസൺ കോട്ടൂരിനെ അധ്യക്ഷ പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളും. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ, നമ്മുടെ MP ഹൈബി ഈഡൻ, DCC പ്രസിഡന്റ് മലപ്പുറം VS ജോയ്, നമ്മുടെ മെൻറ്റർ ജോൺ സാമുവൽ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഷോബി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ബഹുമാനപ്പെട്ട ജോൺ സാമുവൽ പറഞ്ഞ പോലെ ഇത് 2024 ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഈ ജാനുവരി 13 എന്ന് ഞാൻ ഓർക്കുമ്പോൾ 16 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ചർച്ച്, സിറ്റി ചേഞ്ചേഴ്സ് ചർച്ച് സ്റ്റാർട്ട് ചെയ്തത് ഇതേ ദിവസമാണ്. 16 വർഷം മുമ്പ് സിറ്റി ചേഞ്ചേഴ്സ് എൻ്റെ ചർച്ച് സ്റ്റാർട്ട് ചെയ്തത് ഇതേ ദിവസമാണ്. ആ ദിവസം തന്നെയാണ് മറ്റൊരു ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന DBFൽ നമ്മൾ ആയിരിക്കുന്നത്. നമ്മൾ ഡെമോക്രാറ്റിക് ബിലീവേഴ്സ് ഫോറം ലോകത്തിലെ അന്ധകാരത്തിലെ വെളിച്ചം പരത്തേണ്ടവരാണ്. നമ്മുടെ ലക്ഷ്യവും മാർഗവും മറ്റൊന്നല്ല, സാമൂഹിക നന്മയ്ക്കാണ്. നമ്മളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. എബ്രഹാം വേദപുസ്തകത്തിൽ ഒരു പ്രോബ്ലം സൊല്യൂഷൻ ഉണ്ടാക്കി. ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ജനം അതിൽ നിന്ന് ഉണ്ടാകുവാനായിട്ട് ഇടയായി. ഒരു ദേശത്തുണ്ടായ ക്ഷാമം പരിഹരിക്കുവാനായിട്ട് ഒരു ചേഞ്ച് ഏജൻ്റായിട്ട് ജോസഫ് ഉപയോഗിക്കപ്പെട്ടു. അദ്ദേഹം ഒരു വേൾഡ് ലീഡറായി മാറ്റപ്പെട്ടു. ഇസ്രായേൽ ജനത്തിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഒരു ചേഞ്ച് ഏജൻ്റായിട്ട് മോശ ഉപയോഗിക്കപ്പെട്ടു. ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുന്നതിലൂടെ പൗലോസ് ഒരു ചേഞ്ച് ഏജൻ്റായിട്ട് മാറി. നോഹ ഒരു ചേഞ്ച് ഏജൻ്റായിരുന്നു. എസ്തേർ ഒരു ചേഞ്ച് ഏജൻ്റായിരുന്നു. മാർട്ടിൻ ലൂതർ കിങ് ഒരു ചേഞ്ച് ഏജൻ്റായിരുന്നു. മഹാത്മാഗാന്ധി ഒരു ചേഞ്ച് ഏജൻ്റായിരുന്നു. നെൽസൺ മണ്ടേല ഒരു ചേഞ്ച് ഏജൻ്റായിരുന്നു. മദർ തെരേസ ഒരു ചേഞ്ച് ഏജൻ്റായിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ ചേഞ്ച് ഏജൻ്റ് നമ്മുടെ കർത്താവാണ്. 1975 ക്യാമ്പസ് ക്രൂസൈഡിൻ്റെ സ്ഥാപകനായിട്ടുള്ള ബിൽ ബ്രൈറ്റും യൂത്ത് വിത്ത് എ മിഷൻ എന്ന സംഘടനയുടെ സ്ഥാപകനായിട്ടുള്ള ലോറൻ കണ്ണിഹാമും കൊളറാഡോ എന്ന സ്ഥലത്ത് ഒരു ഉച്ചഭക്ഷണത്തിനായിട്ട് ഒരുമിച്ചു. അപ്പോൾ തന്നെ ഫ്രാൻസിസ് ഷേഫർ എന്ന ദൈവദാസനോടും ദൈവം സംസാരിച്ചു. പാറ്റ് റോബർട്ട്സൺ എന്ന ദൈവദാസനോടും ദൈവം സംസാരിച്ചു. ഇവർക്കെല്ലാവർക്കും കർത്താവിൽ നിന്ന് ലഭിച്ച സന്ദേശം ഇതായിരുന്നു: ദൈവം എന്നോട് സംസാരിച്ചു. ബിൽ ബ്രൈറ്റ് പറഞ്ഞു, ലോറൻ കണ്ണിഹാം പറഞ്ഞു, ദൈവം എന്നോട് സംസാരിച്ചു. എന്താണ്? രണ്ടുപേരുടെ പോക്കറ്റിലും ഒരു കുറിപ്പുണ്ടായിരുന്നു. ആ കുറിപ്പ് രണ്ടുപേരും എടുത്തു. ദൈവം എന്താണ് സംസാരിച്ചത്? രണ്ടുപേരോട് ഒരേ സമയത്ത് ദൈവം സംസാരിച്ചു. 75 ഒരു ദേശത്തെ യേശു കർത്താവിന് വേണ്ടി നേടണമെങ്കിൽ, നമ്മൾ സ്വാധീനിക്കണമെങ്കിൽ, ആ രാജ്യത്തിന് 7 സ്പിയേഴ്സ് ഉണ്ട്, 7 മൗണ്ടൻസ് ഉണ്ട്. ആ രാജ്യത്തിന് 7 പില്ലേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഉണ്ട്. എന്താണ് ഒരു രാജ്യത്തിൻ്റെ 7 പില്ലേഴ്സ്? ആർട്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു മൗണ്ടനാണ്. ബിസിനസ് എന്ന് പറയുന്ന ഒരു മൗണ്ടനാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു മൗണ്ടനാണ്. ഫാമിലി എന്ന് പറയുന്ന ഒരു മൗണ്ടനാണ്. ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു മൗണ്ടനാണ്. മീഡിയ എന്ന് പറയുന്നത് മൗണ്ടനാണ്. റിലീജിയൻ എന്ന് പറയുന്ന ഒരു മൗണ്ടനാണ്. ഉദാഹരണത്തിന് ചാൾസ് ഡാർവിൻ വർഷങ്ങൾക്ക് മുമ്പ് ബുദ്ധിയുള്ള ആളുകളെ എഡ്യൂക്കേഷൻ മൗണ്ടനിൽ സ്വാധീനിച്ചതുകൊണ്ടാണ് കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായതെന്ന് നമ്മൾ പഠിക്കേണ്ടി വന്നത്. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്നത് ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ മൗണ്ടനിലുള്ള സ്വാധീനമാണ് ഞാൻ പറയാൻ വന്നത്. ഈ 7 മൗണ്ടൻ
7 സ്പിയേഴ്സ് ഓഫ് ദ സൊസൈറ്റി പ്രിൻസിപ്പിൾസ് എന്താണെന്ന് നമ്മുടെ വിശ്വാസികൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അപ്പോൾ തന്നെ ഗവൺമെൻറ് എന്നുള്ളൊരു മൗണ്ടനുണ്ട്, പൊളിറ്റിക്സ് എന്നുള്ളൊരു മൗണ്ടനുണ്ട്, അതിൽ DBFലെ ആളുകൾ ഒരു ചേഞ്ച് ഏജൻ്റായിട്ട് തീരണം എന്ന അറിവ് പകരുകയും അതിനോട് അനുബന്ധിച്ച് അതിൻ്റെ ഭാഗമാവുകയും നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33:22 പറയുന്നു, യഹോവ നമ്മുടെ ന്യായാധിപൻ, യഹോവ നമ്മുടെ ന്യായദാതാവ്, യഹോവ നമ്മുടെ രാജാവ്, അവൻ നമ്മെ രക്ഷിക്കും. ഗവൺമെൻറ്റിലെ 3 ബ്രാഞ്ചസ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ജുഡീഷ്യൽ ബ്രാഞ്ച് കാണാം, ലെജിസ്ലേറ്റീവ് ബ്രാഞ്ച് കാണാം, എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് കാണാം. ഇവിടെ എല്ലാം വാല്യൂസുള്ള ഡെമോക്രാറ്റിക് ബിലീവേഴ്സ് ഫോറം ആളുകൾ വരുവാനായിട്ട് തമ്പുരാൻ നമ്മളെ സഹായിക്കണം. സദൃശവാക്യം 29:2 Proverbs 29:2 പറയുന്നു, when the righteous are in authority the people rejoice, but when a wicked man rules the people groan. മലയാളം ഇങ്ങനെയാണ്, നീതിമാന്മാർ അധികാരത്തിലിരിക്കുമ്പോൾ ജനം സന്തോഷിക്കുന്നു, എന്നാൽ ദുഷ്ടൻ ആധിപത്യം നടത്തുമ്പോഴോ ജനം നെടുവീർപ്പെടുന്നു. നമ്മൾ വാല്യൂസ് ഉള്ളവരായിരിക്കണം. നമ്മൾ വാല്യൂസ് ഉള്ളവർ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കണം. നമ്മൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. അതിനുവേണ്ടി നമ്മളെ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു. നന്ദി പ്രിയ പ്രസിഡന്റ്. ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നാം എത്തിയിരിക്കുകയാണ്. യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ സാർ എത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറം തന്നെ ഒരു നല്ല വാഗ്മി, പരന്ന വായനാശീലമുള്ള, ആഴത്തിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ച് അറിവുള്ള ഒരു അതുല്യ വ്യക്തിത്വമാണ്. കേരളത്തിലെ ബഹുമാനപ്പെട്ട MP ഇവിടെ മുൻപ് ഓർമ്മിപ്പിച്ചതുപോലെ പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചെങ്കിലും ക്രൈസ്തവ സമൂഹത്തിന്, വിശ്വാസ സമൂഹത്തിന് വളരെ സുപരിചിതനാണ്. പല പ്രസംഗങ്ങൾ ക്രൈസ്തവ വിശ്വാസ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള പല പ്രസംഗങ്ങളും വൈറലാണ്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വൈറലാണ്. അപ്പോൾ ഇന്നത്തെ യോഗം, നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ശ്രീ VD സതീശൻ സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ എൻ്റെ സുഹൃത്ത് ശ്രീ സാംസൺ കോട്ടൂർ, ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞാൻ സദസ്സിലിരിക്കുമ്പോൾ ഈ ബോർഡിലേക്ക് നോക്കിയാൽ ഡെമോക്രാറ്റിക് ബിലീവേഴ്സ് ഫോറം, ജനാധിപത്യവും വിശ്വാസവും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, വിശ്വാസിക്ക് രാഷ്ട്രീയമാവാമോ? ഞാൻ പറയുന്നത് എല്ലാവർക്കും രാഷ്ട്രീയം വേണമെന്ന്. ഞാൻ കുട്ടികളോട് പറയാറുള്ളത്, നിങ്ങൾ പൊളിറ്റിക്കൽ ആകണം എന്നാണ്. പൊളിറ്റിക്കൽ ആകണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാവരും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായ എല്ലാവരും പൊളിറ്റിക്കലല്ല. രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകാതെ, വിത്തൗട്ട് എൻറോളിങ് ടു എ പൊളിറ്റിക്കൽ പാർട്ടി, ഹി ക്യാൻ ബിക്കം എ പൊളിറ്റിക്കൽ പേഴ്സൺ. പൊളിറ്റിക്കൽ ആകണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഒന്നാമത് നമ്മൾ ഡെമോക്രാറ്റിക് ആവണമെന്ന് തന്നെയാണ്. ജനാധിപത്യത്തിൻ്റെ മഹത്വം എന്താണ് നമ്മളെന്ന് അറിയണമെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ലോകത്ത് സംഭവിച്ച ദുരന്തങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം. ഫാസിസം, നാസിസം, ഇതിൻ്റെ എല്ലാം മറുവശമായ കമ്മ്യൂണിസം, ഇതെല്ലാം ലോകത്ത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലങ്ങളിൽ മനുഷ്യനെ കൂട്ടത്തോടെ കൊല ചെയ്തിരുന്ന പ്രത്യയശാസ്ത്രങ്ങളാണ്. വംശഹത്യകൾ നടത്തിയിരുന്നവരാണ്. അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെ നിഷേധിച്ചിരുന്നവരാണ്. ഭരണകൂടത്തിൻ്റെ അപ്രമാദിത്വം സാധാരണ മനുഷ്യരുടെ മീതെ അടിച്ചേൽപ്പിച്ചവരാണ്. അവർക്ക് എതിർ ശബ്ദങ്ങൾ ഉണ്ടാകുന്നത് ഇഷ്ടമല്ല. അതിനെതിരായിട്ടുള്ള സാധാരണ മനുഷ്യരുടെ കരുത്താണ് ജനാധിപത്യ ബോധം എന്ന് പറയുന്നത്. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അവരുടെ അഭിപ്രായം പറയാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കാൻ കഴിയുന്ന വ്യത്യസ്തമായ ചിന്തകളെ,
വിചാരധാരകളെ കൂട്ടിയോജിപ്പിക്കാൻ കഴിയുന്ന ഒന്ന്. 2, നമ്മളൊരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പൊളിറ്റിക്കൽ ആകണം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി സെക്കുലർ ആവണം എന്നാണ്. വെസ്റ്റേൺ സെക്കുലറിസവും ഇന്ത്യൻ സെക്കുലറിസവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. പാശ്ചാത്യ നാടുകളിലെ സെക്കുലറിസം റിജക്ഷൻ ഓഫ് റിലീജിയനാണ്, മതത്തിൻ്റെ നിരാസമാണ്. ഇന്ത്യൻ സെക്കുലറിസം ഇൻക്ലൂഷൻ ഓഫ് റിലീജിയനാണ്, മതത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള സെക്കുലറിസമാണ്. അതിന് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുക. ഈ ഒരു കോംപ്ലക്സ് സൊസൈറ്റിയിൽ, സങ്കീർണമായ ഒരു സമൂഹത്തിൽ, ഒരു ബഹുസ്വര സമൂഹത്തിൽ എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാം. ഇന്ന് ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കാലത്ത്, നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാലത്ത് നമ്മൾ പ്രകൃതിയും മനുഷ്യനും ഒന്നാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുക. 3. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്, എവിടെയാണ് മനുഷ്യൻ നീതി നിഷേധിക്കപ്പെടുന്നത്, എവിടെയാണ് അടിച്ചമർത്തപ്പെടുന്നത്, എവിടെയാണ് മനുഷ്യൻ തളർന്നു വീഴുന്നത്, അവിടെ അവനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക എന്നതാണ്. ഞാൻ കരുതുന്നു ഇതെല്ലാം ആവുമ്പോഴാണ് ഒരാൾ പൊളിറ്റിക്കലാവുന്നത്. എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം? രാഷ്ട്രീയ പ്രവർത്തനം മറ്റുള്ളവൻ്റെ സങ്കടങ്ങൾ മാറ്റാൻ, അവൻ്റെ കണ്ണീരൊപ്പാൻ, അവൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ നടത്തുന്ന തീക്ഷ്ണമായ പ്രയത്നമാണ് രാഷ്ട്രീയ പ്രവർത്തനം. അതാകണം രാഷ്ട്രീയ പ്രവർത്തനം. അതാകുമ്പോൾ അതും വിശ്വാസവും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കപ്പെടും. എന്താണ് വിശ്വാസം? വിശ്വാസം അത് തന്നെയാണ്, അല്ലേ? തളർന്നു വീഴുന്നവനെ ചേർത്ത് പിടിക്കുന്നതാണ് വിശ്വാസം. ഒന്നുമില്ലാത്തവനെ പിന്തുണ കൊടുക്കുന്നതാണ് വിശ്വാസം. ക്രിസ്തു നസ്രത്തിലെ പ്രഖ്യാപനങ്ങൾ പറയുന്നുണ്ട്. നസ്രത്തിലെ പ്രഖ്യാപനങ്ങൾ ഇത് രാഷ്ട്രീയമാണ്. ക്രിസ്തു രാഷ്ട്രീയക്കാരനായിരുന്നു എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഹി വാസ് ദ ഗ്രേറ്റ് എക്കണോമിസ്റ്റ് ഇൻ ഹിസ് ടൈം. അദ്ദേഹത്തിൻ്റെ കാലത്തെ ഏറ്റവും വലിയ എക്കണോമിസ്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞതാണ് രാഷ്ട്രീയത്തിൻ്റെ നിർവചനമെങ്കിൽ ക്രിസ്തു രാഷ്ട്രീയ നേതാവായിരുന്നു. ലൂക്കാസിൻ്റെ പറയുന്നുണ്ടല്ലോ, ദരിദ്രരോട് സുവിശേഷം പറയാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ എൻ്റെ ആത്മാവിൻ്റെ മേലെ അവനുണ്ട് എന്നാണ്. ദരിദ്രരോടാണ് സുവിശേഷം പറയാൻ പറയുന്നത്. അന്ധരുടെ കാഴ്ച മാറ്റാൻ, മർദ്ദിതരെ മോചിപ്പിക്കാൻ എനിക്ക് കഴിയും. അപ്പം മർദ്ദിതരെ മോചിപ്പിച്ച്, അന്ധരുടെ കാഴ്ച മാറ്റി, സങ്കടങ്ങൾ മാറ്റി അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനാണ് ക്രിസ്തുവിൻ്റെ രാഷ്ട്രീയം. ദർശനം അതാണ്. നസറത്തിലെ പ്രഖ്യാപനം കൃത്യമായ രാഷ്ട്രീയമായിട്ടാണ് ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായ രാഷ്ട്രീയം. പിന്നെ പറയുന്നുണ്ട്, ലൂക്കോസ് തന്നെ പറയുന്നുണ്ട്, ഞാൻ 70 പേരെ ചുമതലപ്പെടുത്തിയെന്നാണ് പറയുന്നത്, ഇല്ലേ? ഞാനിനി പോകാനിരിക്കുന്ന പട്ടണങ്ങളിലേക്കും നഗരങ്ങളിലേക്കും ഈ 2 പേർ വീതം എനിക്ക് മുൻപേ പോവാം. ഞാനത് മുഴുവൻ പറയുന്നില്ല, എനിക്ക് കാണാതെ അറിയാം. ഈ 2 പേരും ഓരോ സ്ഥലങ്ങളിൽ, പട്ടണങ്ങളിലും നഗരങ്ങളിലും പോയി എന്ത് ചെയ്യണം, എങ്ങനെ ജനങ്ങളോട് പെരുമാറണം എന്നാണ് പറയുന്നത്. എനിക്ക് എന്നോട് പറയുന്നത് പോലെയാണ് തോന്നിയത്. ഞാനാണ് മുമ്പേ പോയി, അവൻ വരുന്നതിന് മുമ്പേ പോയി. ഇത് ജനങ്ങളോട് പറയേണ്ടവൻ, അദ്ദേഹം നിയോഗിച്ചിരിക്കുന്ന 70 പേരിൽ ഞാനുണ്ട് എന്ന് ഞാൻ സ്വയം ഡിക്ലെയർ ചെയ്തു. ഞാനുണ്ട് അതിൻ്റെ അകത്ത്. എങ്ങനെ പെരുമാറണം, എവിടെ താമസിക്കണം, ആരുടെ കൂടെ ഭക്ഷണം കഴിക്കണം, അവരോട് എന്താണ് സംസാരിക്കേണ്ടത്, എന്താണ് അവരോട് പറയേണ്ടത്. രാഷ്ട്രീയ നേതാക്കൾ, രാഷ്ട്രീയ പ്രവർത്തകരോട് പറയേണ്ട വാചകമാണത്. ഓരോന്നും 8 കാര്യങ്ങളുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ആ 8 കാര്യങ്ങൾ ഓരോന്നും ഓരോ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പ്രവർത്തകരോട് ജനങ്ങളുടെ ഇടയിൽ പോയി പ്രവർത്തിക്കാനാണ് പറയുന്നത്. കറക്റ്റാണ്. അതാണ് രാഷ്ട്രീയം. ഞാൻ കണ്ട രാഷ്ട്രീയം അതാണ്. രാഷ്ട്രീയ നേതാവ് തൻ്റെ സഹപ്രവർത്തകരോട്, തൻ്റെ അനുയായികളോട് നിങ്ങൾ എന്ത് ചെയ്യണം, സാധാരണക്കാരന് വേണ്ടി, പാവപ്പെടുന്നതിന് വേണ്ടി, അധ്വാനിക്കുന്നവന് വേണ്ടി, കർഷകന് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നാണ്.
കൃത്യമായി നിർവചിക്കുന്നത്, കൃത്യമായ കാര്യങ്ങൾ പറയുന്നത്. അപ്പം അതിനൊരു കരുത്തുറ്റ രാഷ്ട്രീയം, വിശ്വാസം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അചഞ്ചലമായ ദൈവവിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് മനുഷ്യൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, മനുഷ്യൻ്റെ മോചനത്തിന് വേണ്ടി, പീഡാനുഭവങ്ങൾക്കൊരു രാഷ്ട്രീയമില്ലേ? കുരിശ് മരണത്തിനൊരു രാഷ്ട്രീയമില്ലേ? ആർക്കെതിരെയാണത് ഫൈറ്റ് ചെയ്തത്? അധികാര പ്രമത്തതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമായിരുന്നു അത്. മനുഷ്യനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന പിശാചിൻ്റെ ശക്തികളോട്, തിന്മയുടെ ശക്തികളോടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടം നടത്തുമ്പോൾ തെരുവിൽ വീഴും, മുടിയിൽ ചവിട്ടിപ്പിടിക്കും, ചെടിച്ചട്ടി കൊണ്ടും ഇരുമ്പ് വടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തലക്കടിക്കും. ഇത് പീഡാനുഭവങ്ങളിലൂടെയാണ്. അധികാര പ്രമത്തതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഇടയിൽ പീഡാനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമെന്നുള്ള മുന്നറിയിപ്പാണ്. പീഡാനുഭവത്തിനൊരു രാഷ്ട്രീയമുണ്ട്. മറ്റുള്ളവന് വേണ്ടിയിട്ടാണ് കുരിശിലേറിയത്. കുരിശ് അതിനു മുമ്പ് എന്തായിരുന്നു? കുരിശ് വെറും ഒരു എന്താ പറയുന്നത്, കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം, തൂക്കുകയർ പോലെ, പണ്ടത്തെ കാലത്തെ ഗില്ലറ്റിൻ പോലെ, അല്ലെങ്കിൽ വെറുതെ ഒരു വാള് പോലെ ഒന്നായിരുന്നു. കുരിശ് വിശുദ്ധ കുരിശായത് എപ്പോഴാണ്? ക്രിസ്തു കുരിശിലേറിയപ്പോഴാണ്. അപ്പോഴല്ലേ വിശുദ്ധ കുരിശായത്. അത് ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപമോചനത്തിന് വേണ്ടി, മനുഷ്യൻ്റെ എല്ലാ പാപങ്ങൾക്കും വേണ്ടി പോരാട്ടമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സഹപ്രവർത്തകൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു, വെളുപ്പിന് അല്ലേ? അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, ഞാനാണ് ആ കേസിൽ ഒന്നാം പ്രതി. അപ്പം നാളെ വരും എന്ന് പറഞ്ഞു. എന്നോടൊരു സുഹൃത്ത് എനിക്കൊരു മെസ്സേജ് ഇട്ടു, നാളെ വരും നിങ്ങളെ നോക്കിയെന്ന് പറയും. അപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ചെയ്തത്, ഹെറോദോസിൻ്റെ പടയാളികൾ അവനെ കസ്റ്റഡിയിലെടുക്കാൻ വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. ഞാനപ്പോൾ എൻ്റെ ഫ്രണ്ടിന് അത് അയച്ചു. ഞാൻ ആ ഫ്രണ്ടിന് എൻ്റെ മറുപടി അയച്ചു. എന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മറുപടി ഇതായിരുന്നു, മെസ്സേജ് കൊടുത്തത്, ആ കുറുക്കനോട് പോയി പറഞ്ഞേക്ക് ഞാൻ ഇന്നും നാളെയും ഈ തലസ്ഥാന നഗരിയിൽ തന്നെ ഉണ്ടെന്ന്. ഞാൻ മറുപടി അയച്ചു, എൻ്റെ ഫോണിലുണ്ട് ഞാൻ അയച്ച മറുപടി. അതൊരു ധൈര്യമല്ലേ നമുക്ക്? പോരാട്ടത്തിൻ്റെ ഇടയിൽ നമ്മുടെ പിൻബലം എന്താ? എത്ര പ്രതിസന്ധിയിലും നമ്മൾ തളർന്നു പോകാത്തത് എന്താ? അതാണ് നമ്മുടെ പിൻബലം. ആ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. ഹെറോദോസിൻ്റെ പടയാളികൾ അറസ്റ്റ് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്കുകളാണ്. അത് നമുക്ക് നൽകുന്ന ആ പോരാട്ട വീര്യം എത്രയാണ്. നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് അതിനു വേണ്ടി തന്നെയാണ്. നമ്മുടെ യുദ്ധം എല്ലാം അതിനു വേണ്ടി തന്നെയാണ്. നമ്മുടെ പോരാട്ടം എല്ലാം അതിനു വേണ്ടി തന്നെയാണ്. അവരെന്തു പറഞ്ഞു എന്നതാണ്. ഗാന്ധിയല്ലത് തിരിച്ചറിഞ്ഞത്. സാംസൺ പറഞ്ഞു, ഗാന്ധിയുടെ കാര്യവും മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ കാര്യവും പറഞ്ഞു. ഗാന്ധിയുടെ എല്ലാ ആശയങ്ങളും അതിൽ നിന്ന് ഉയർച്ചത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിച്ചു, എക്കണോമിസ്റ്റ് ഗാന്ധി. അപ്പോൾ ഗാന്ധി ട്രസ്റ്റിഷിപ്പിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ധനികരോടാണ് ഗാന്ധി പറയുന്നത്, നിന്റെ കയ്യിലുള്ളതൊക്കെ നിൻ്റേതല്ല. ധനികരോട്, അത് ഈ പ്രപഞ്ചനാഥൻ്റെയാണ്. നീ കാര്യക്കാരൻ മാത്രമാണ്, കാര്യസ്ഥലം നോക്കി നടത്താൻ. എല്ലാ ധനികരും അങ്ങനെ വിചാരിച്ചാൽ നമ്മൾ എവിടെ എത്തുമായിരുന്നു? ക്രൈസ്തവ ദർശനമാണ് ഗാന്ധി പറഞ്ഞ ട്രസ്റ്റിഷിപ്പ്. ധനികരോട് പറഞ്ഞത്, നീ നിൻ്റേതല്ല, നീ വെറും സൂക്ഷിപ്പുകാരൻ മാത്രം, കാര്യക്കാരൻ മാത്രമാണ് എന്നാണ്. ആ നോൺ വയലൻസ് എന്നുള്ള ആശയം എല്ലാം വന്നത് അവിടെ നിന്നാണ്. കഴിഞ്ഞ 2000 കൊല്ലമായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും, എല്ലാ സംസ്കാരം, എല്ലാ ജീവിത രീതികളും അതിൽ നിന്നുണ്ടായതാണ്. മറ്റൊന്നുമല്ല. എല്ലാത്തിലും കാണാൻ നമുക്ക് കഴിയും. അത് കാണാൻ കഴിയുമ്പോഴാണ് നമ്മൾ മനുഷ്യരാവുന്നത്, നമ്മൾ രാഷ്ട്രീയക്കാരനാവുന്നത്, നമ്മൾ വിശ്വാസിയാകുന്നത്. എല്ലാം അത് കാണുമ്പോൾ മാത്രമാണ്. 55 വർഷം മുമ്പ് സുവിശേഷകനും രാഷ്ട്രീയ നേതാവും വിമോചക പോരാളിയുമായ മാർട്ടിൻ ലൂതർ കിങ്
മരിക്കുന്നതിന് മുമ്പ് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ഇപ്പോൾ വീഡിയോയിലൊക്കെ ഉണ്ട്, യൂട്യൂബിലെല്ലാം ഉണ്ട്. കരഞ്ഞു പോകും നമ്മൾ കേട്ടാൽ. മരിക്കുന്നതിന് മുമ്പ് നടത്തിയ പ്രസംഗം മൗണ്ടൻ സ്പീച്ചാണ്, മലമുകളിലെ പ്രസംഗം എന്നാണ് അത് വിശേഷിപ്പിക്കപ്പെടുന്നത്. ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല, എനിക്ക് എന്ത് സംഭവിക്കുന്നു എന്നതൊരു പ്രശ്നമേ അല്ല. അവൻ്റെ ഹിതമാണ് പ്രവർത്തിക്കേണ്ടത്, ദൈവഹിതമാണ് പ്രവർത്തിക്കേണ്ടത്. ഞാൻ മലമുകളിൽ നിന്നാണ് വരുന്നത്, ദൈവത്തിനെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അവൻ്റെ ഹിതമാണ്, വിൽ ഓഫ് ഗോഡ് എന്ന് പറയും. ദൈവത്തിൻ്റെ ഹിതം അല്ലേ? എന്താ വിൽ ഓഫ് ഗോഡ്? ദൈവരാജ്യം എന്ന് പറയുന്നത് അതാണ്. ഭൂമിയിൽ ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താ? ഗാന്ധി അത് വേറെ വാക്കിൽ രാമരാജ്യം എന്ന് പറഞ്ഞു. ദൈവരാജ്യം തന്നെയാണ് രാമരാജ്യം. ഈ ഇപ്പോൾ ഇവർ പറയുന്ന രാമനും ഗാന്ധിയുടെ രാമനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, ഇവരുടെ രാമനല്ല ഞങ്ങളുടെ രാമൻ. ഹേ റാം എന്ന് പറഞ്ഞ് ചുണ്ടനക്കത്തോടു കൂടി ഗാന്ധി മരിച്ചു വീണ ബിർള മന്ദിരത്തിൻ്റെ ഇടനാഴിയിൽ കണ്ണിൽ ചോരയുമായി 75 വർഷമായി ഒരു രാമൻ കാത്തിരിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ രാമൻ, ഗാന്ധി ചേർത്ത് പിടിച്ച രാമൻ. രാമരാജ്യം എന്ന് പറഞ്ഞത് ദൈവരാജ്യത്തെക്കുറിച്ചാണ് ഗാന്ധി സംസാരിച്ചത്. അന്ന് അതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. രാഷ്ട്രീയ നേതാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഏത് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് അപ്പോൾ ഉള്ളത്, അത് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഞാൻ നിങ്ങൾക്കൊരു സെക്യുലർ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് തരാം എന്നല്ല ഗാന്ധി പറഞ്ഞത്. അത് പറഞ്ഞാൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലാക്കാൻ പറ്റുള്ള നിരക്ഷരരായ മനുഷ്യരോടാണ് പറഞ്ഞത്. ദൈവരാജ്യം തരാമെന്ന് തന്നെ പറഞ്ഞത് നിങ്ങൾക്ക് അല്ലേ? ദൈവരാജ്യം എന്ന് പറയുന്നത് വിൽ ഓഫ് ഗോഡാണ്, ദൈവത്തിൻ്റെ ഹിതമാണ്, തുല്യതയാണ്, സമത്വം ആണ്, സ്നേഹമാണ്, കാരുണ്യമാണ്, ദയയാണ്. ഈ അതിക്രമമല്ല, ഈ ധാർഷ്ട്യമല്ല, ഈ ധിക്കാരമല്ല, ഈ അടിച്ചമർത്തലല്ല, സ്നേഹവും കാരുണ്യവുമാണ്. അതാണ് രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, ഉറച്ചു വിശ്വസിക്കുന്നു, വിശ്വാസവും രാഷ്ട്രീയവും ഒരുമിച്ച് പോകണം, ഒരുമിച്ച് പോകാൻ കഴിയും. അപ്പോഴേ ലക്ഷ്യം നിറവേറപ്പെടുകയുള്ളൂ. അപ്പോഴാണ് നാം യഥാർത്ഥ മനുഷ്യരായി മാറുന്നത്, മനുഷ്യനെ തിരിച്ചറിയാൻ പോകുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇതൊരു വലിയ മൂവ്മെൻ്റാണ്. യേശു പറഞ്ഞതുപോലെ ഒരു വലിയ മൂവ്മെൻ്റാണ്. ഇതൊരു വലിയ മൂവ്മെൻ്റായി മാറണം. വിശ്വാസ സമൂഹത്തിനെ മുഴുവൻ ചേർത്ത് നിർത്തണം. ഞാനൊരു വാക്കുകൂടി പറയുന്നു. നേരത്തെ പറഞ്ഞല്ലോ, പൊളിറ്റിക്കലാകണമെന്ന് പറഞ്ഞപ്പോൾ, എവിടെയാണ് നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നത്? എവിടെയാണ് നിങ്ങൾ അടിച്ചമർത്തപ്പെടുന്നത്? എവിടെയാണ് ഒരു പൗരനെ പോലെ ജീവിക്കാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്നത്? അവിടെ ഞങ്ങളുണ്ടാവും, അവിടെ ഞങ്ങളുണ്ടാവും, ഒരു സംശയവും വേണ്ട. കർണാടകത്തിൽ തെരഞ്ഞെടുപ്പിൽ പോയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, വിശ്വാസികൾ പറഞ്ഞു, കണ്ടില്ലേ ആൻറ്റി കൺവേർഷൻ ലോ, മതപരിവർത്തന വിരുദ്ധ നിയമം, അതിൻ്റെ പേരിൽ ഞങ്ങൾ പീഡിപ്പിക്കപ്പെടും, നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തോട് ആലോചിച്ചു, ഞങ്ങൾ കർണാടക കോൺഗ്രസ് നേതൃത്വത്തോട് ആലോചിച്ചു. ഞങ്ങൾ പറഞ്ഞു അത് പിൻവലിക്കണം എന്ന് പറയണം. അവർ ഞങ്ങൾക്ക് ധൈര്യം തന്നു, നിങ്ങൾ പോയി പറഞ്ഞേക്ക്, നമ്മൾ അധികാരത്തിൽ വന്നാൽ അത് പിൻവലിക്കും. ഞങ്ങൾ ഉറപ്പ് കൊടുത്തു തിരഞ്ഞെടുപ്പിന് മുമ്പ്, നമ്മൾ അധികാരത്തിൽ വന്നാൽ മതപരിവർത്തന നിയമം കാറ്റിൽ പറത്തും, അറബിക്കടലിലെറിയുന്നു. അധികാരത്തിൽ വന്ന് 3 ആഴ്ചയ്ക്കുള്ളിൽ ആ നിയമം ഇല്ലാതായി. അതാണ് നമ്മുടെ പിൻബലം. എവിടെയാണ് നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നത്, അവിടെയെല്ലാം നമ്മൾ ഉണ്ടാവും. നിങ്ങൾ അറിയിച്ചാൽ മതി, അവിടെയെല്ലാം ഞങ്ങളുണ്ടാവും, നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളെ ചേർത്ത് പിടിക്കാൻ. ഒരു സങ്കടവുമില്ലാതെ ഈ നാട്ടിൽ അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശലോമോൻ്റെ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന, എനിക്ക് സമ്പത്തും വേണ്ട, അധികാരവും വേണ്ട, എന്നാ എനിക്ക് ജ്ഞാനം മതി, വിസ്ഡം.
നിന്റെ പ്രജകളെ നടത്തിക്കൊണ്ടു പോകാൻ. ആരെയാണ് പ്രജകൾ? ആരാണ് നിങ്ങൾ? അവൻ്റെ പ്രജകളാണ് അല്ലേ? നിന്റെ പ്രജകളെ നടത്തിക്കൊണ്ടു പോകാനുള്ള ജ്ഞാനം മതി എന്നാണ്. ആ ജ്ഞാനം ഞങ്ങൾക്ക് എല്ലാവർക്കും തരയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഡെമോക്രാറ്റിക് ബിലീവേഴ്സ് ഫോറത്തിൻ്റെ ഈ സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് അതിമനോഹരമായി സംസാരിച്ച, എപ്പോഴത്തെയും പോലെ അതിമനോഹരമായി നമ്മളോട് സംസാരിച്ച ആദരണീയനായ പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായി ഒരു മെമ്മൻറ്റോ നൽകി ആദരിക്കുകയാണ്. അതിനുവേണ്ടി ഡോക്ടർ ജോൺ സാമുവലിനെ ക്ഷണിച്ചുകൊള്ളും. തുടർന്ന് ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിക്കുന്ന ഡെമോക്രാറ്റിക് ബിലീവേഴ്സ് ഫോറത്തിൻ്റെ നിയുക്ത ചുമതലക്കാരെ പരിചയപ്പെടാനുള്ള അവസരമാണ്. ഓരോരുത്തരും വേദിയിലേക്ക് കടന്നു വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. DBFൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾ, ഡിസ്ട്രിക്ട് പ്രസിഡന്റുമാർ, ഫ്രോണ്ടൽ ഓർഗനൈസേഷൻ കൺവീനേഴ്സ്, എല്ലാവർക്കും വേദിയിലേക്ക് കടന്നു വരാം. ഡിസ്ട്രിക്ട് പ്രസിഡന്റ് അംഗങ്ങൾ, അഡ്വൈസറി ബോർഡ് അംഗങ്ങൾ എന്നിവർക്ക് വേദിയിലേക്ക് കടന്നു. ഇവിടെ കൂടിയിരിക്കുന്നവരുടെ അറിവിലേക്കായിട്ട് നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് ഇന്ന് ചുമതലയേൽക്കാൻ പോകുന്നത് ശ്രീ സാംസൺ കോട്ടൂർ. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രൈസ്തവ കൈരളിക്ക് പരിചിതനായ സംഗീതജ്ഞനാണ്, പാട്ടുകാരനാണ്. അതോടൊപ്പം തന്നെ സിറ്റി ചേഞ്ചേഴ്സ് ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൊഫഷണൽ കോൺഗ്രസ് എറണാകുളത്തിൻ്റെ മെമ്പറായിട്ടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. 3 വൈസ് പ്രസിഡന്റുമാരാണ് നമുക്കുള്ളത്. ഗോഡ്വിൻ എം ബേബി, അദ്ദേഹം IPC തിരുവാംകുളത്തിലെ മെമ്പറാണ്. കോൺഗ്രസ് വൈറ്റില ബ്ലോക്ക് സെക്രട്ടറിയാണ്. അടുത്തതായി ബിന്ദു ബിജു ഇടപ്പാറ, മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി, ബൂത്ത് പ്രസിഡന്റ്, INTUC ജില്ലാ ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു വൈസ് പ്രസിഡന്റ് സ്റ്റെലിൻ സിനായ്, ട്രിവാൻഡ്രത്തുകാരനാണ്. അവിടെ ബ്ലോക്ക് കുന്നുകുഴി മണ്ഡലം വൈസ് പ്രസിഡന്റാണ്. AG ചർച്ചിൻ്റെ ഭാഗമാണ്. ബ്ലോക്ക് എക്സിക്യൂട്ടീവ് മെമ്പറാണ്. വർഷിപ്പ് ലീഡറാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചെയ്യുവാനുണ്ട്. ഇത്രയും സമയം ഈ പ്രോഗ്രാം MC ചെയ്തുകൊണ്ടിരുന്നത് ഡോക്ടർ ഷെൻസി മാത്യു ആണ്. മുൻ NSU നാഷണൽ ഡെലിഗേറ്റ്, KSU കൊല്ലം ഡിസ്ട്രിക്ട് വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 2015 മുതൽ
തിരുവനന്തപുരത്തുള്ള ഗുലാഡി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷനിൽ റിസർച്ച് അസോസിയേറ്റായി സേവനം അനുഷ്ഠിച്ചു പോരുന്നു. ഇക്കൊല്ലം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഡോക്ടർ ഷൻസിയെ ഇപ്പോൾ ആദരിക്കുന്നു. നമ്മളോട് ഒരുമിച്ച് നിൽക്കാമെന്ന് വാക്കു പറഞ്ഞ പ്രതിപക്ഷ നേതാവിനും ടീമിനും ഒരുപാട് സന്തോഷവും നന്ദിയും ഡെമോക്രാറ്റിക് ബിലീവേഴ്സ് ഫോറത്തിൻ്റെ പേരിൽ അർപ്പിക്കുന്നു. നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റിയെ ഒന്ന് അനൗൺസ് ചെയ്യുകയാണ്. ഞാൻ പേര് വിളിക്കുന്ന മുറയ്ക്ക് എല്ലാവരും സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് സ്റ്റേറ്റ് കമ്മിറ്റി ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ സാംസൺ കോട്ടൂർ തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. സിറ്റി ചേഞ്ചേഴ്സ് ചർച്ചിൻ്റെ പാസ്റ്ററാണ്. ഒട്ടും അപരിചിതത്വം ഇല്ല ക്രൈസ്തവ കൈരളിക്ക്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന അനുഗ്രഹീത ഗായകനാണ്. കുടുംബമായ ഒരു കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്നതോടൊപ്പം അവർ സാമൂഹിക കാര്യങ്ങളിലും വളരെ നന്നായിട്ട് ഇടപെടുന്നവരാണ്. പ്രൊഫഷണൽ കോൺഗ്രസ് എറണാകുളം ചാപ്റ്ററിൻ്റെ മെമ്പറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് 3 വൈസ് പ്രസിഡന്റുമാരുണ്ട്. ഒന്നാമത്തെ ആൾ ഗോഡ്വിൻ M. ബേബി, IPC ബethel തിരുവാങ്കുളം ചർച്ചിൻ്റെ മെമ്പറാണ്. കോൺഗ്രസ് വൈറ്റ്ല ബ്ലോക്ക് സെക്രട്ടറി കൂടിയാണ്. നമ്മുടെ രണ്ടാമത്തെ വൈസ് പ്രസിഡന്റ് ബിന്ദു ബിജു ഇടപ്പാറ, വളരെ ആക്റ്റീവായിട്ട് സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വനിതയാണ്. മഹിളാ കോൺഗ്രസിൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബൂത്ത് പ്രസിഡന്റാണ്. INTUCയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. അടുത്തതായി വൈസ് പ്രസിഡന്റ് സ്റ്റെലിൻ സിനായ്, ട്രിവാൻഡ്രത്തുള്ള AG ചർച്ചിൻ്റെ മെമ്പറാണ്. കുന്നുകുഴി കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റാണ്. ബ്ലോക്ക് എക്സിക്യൂട്ടീവ് മെമ്പറാണ്. വർഷിപ്പ് ലീഡറാണ്. അടുത്തതായി നമ്മുടെ ജനറൽ സെക്രട്ടറിയെ പരിചയപ്പെടാം. സാം കെ വർക്കി, കോൺഗ്രസ് പുതുപ്പള്ളി മണ്ഡലം പ്രസിഡന്റാണ്. IPC സഭാംഗമാണ്. മുൻ പഞ്ചായത്ത് മെമ്പറാണ്. അടുത്തായി നമുക്ക് 3 ജോയിൻറ്റ് സെക്രട്ടറിമാരുണ്ട്. ഒന്നാമത്തെ ആൾ അഡ്വക്കേറ്റ് ഷാജി കുളനട,
അദ്ദേഹം KPCCയുടെ മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേറ്റ് കോർഡിനേറ്റർ, INTUC സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ, പത്തനംതിട്ട DCC എക്സിക്യൂട്ടീവ് മെമ്പർ, കേരള വ്യാപാരി വ്യവസായി കോൺഗ്രസ് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. TPM അംഗമാണ്. അടുത്തതായി റിറ്റു ജിജോ, IPC സഭാംഗമാണ്. വയനാട് നിന്ന് റിറ്റു ജിജോ. അടുത്തതായി ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ളത് ഷിബു ചെറിയാൻ, പെരിന്തൽമണ്ണയിൽ നിന്നാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ്. മലബാർ സ്പിരിച്വൽ വിൻ ചർച്ചിൻ്റെ ഭാഗമാണ്. YMCയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവസാനമായി നമ്മുടെ സ്റ്റേറ്റിൻ്റെ ട്രഷററായിട്ട്, സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ട്രഷററായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് റൂബൻ തോമസ് പള്ളിവടക്കേതിൽ. അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് ചർച്ചിൻ്റെ വിവിധ മേഖലകളിൽ അസംബ്ലീസ് ഓഫ് ഗോഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡ് ബിലീവേഴ്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. ഫോമർ MG യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറാണ്. MG യൂണിവേഴ്സിറ്റി യൂണിയൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. KSUവിലും യൂത്ത് കോൺഗ്രസിലും പല പൊസിഷൻസിലും വിവിധ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ ട്രഷററായിട്ടുള്ള റോബിൻ തോമസ് പള്ളി വടക്കേതിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങളായിട്ട് ഇന്ന് ചുമതലയേറ്റവർ ഇവരാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഡിസ്ട്രിക്ട് പ്രസിഡൻറ്റുമാരെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അതിനു മുമ്പായിട്ട് നമ്മുടെ അഡ്വൈസറി ബോർഡ് മെമ്പേഴ്സായിട്ടുള്ള നമുക്ക് 5 പേരാണ് നമ്മുടെ അഡ്വൈസറി ബോർഡ് മെമ്പേഴ്സായിട്ടുള്ളത്. ഒന്നാമതായി ഡോക്ടർ ജോൺ സാമുവൽ, അദ്ദേഹമാണ് നമ്മുടെ മെൻറ്ററായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ജിജോയ് മാത്യു, മോൻസി കിഴക്കേടത്ത്, ബെന്നി പുള്ളോലിക്കൽ, അഡ്വക്കേറ്റ് ശ്യാം കുരുവിള എന്നിവർ നമ്മുടെ സംഘടനയുടെ അഡ്വൈസറി ബോർഡ് മെമ്പറായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അടുത്തതായി DBFൻ്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സായിട്ടുള്ളത് നമ്മൾ എല്ലാ ജില്ലകളിൽ നിന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഓരോരുത്തരെ പ്രതിനിധികളായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റീഫൻ ചെറിയാൻ, കൊല്ലത്തു നിന്നും എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള സിജോ ജോയ്, പത്തനംതിട്ടയുടെ പ്രതിനിധി ഉഷ തോമസ്, ആലപ്പുഴയുടെ പ്രതിനിധി CM മാത്യു, കോട്ടയത്തിൻ്റെ പ്രതിനിധി ഷിൻസ് പീറ്റർ, ഇടുക്കിയുടെ പ്രതിനിധി എബ്രഹാം P രാജൻ, എറണാകുളത്ത് നിന്നും പാസ്റ്റർ ലൈജു ചെറിയാൻ, തൃശ്ശൂർ നിന്ന് എബി ആൻ്റണി, പാലക്കാട് നിന്ന് സൂസൻ എൽദോ, മലപ്പുറത്ത് നിന്ന് റിനോ കുര്യൻ, കോഴിക്കോട് നിന്ന് വിനീഷ് VC, വയനാട് നിന്ന് റൂഫസ് ജോസഫ്, കണ്ണൂർ ദിലീപ് മാത്യു, കാസർഗോഡ് ജോസഫ് തോമസ് എന്നിവരാണ് നമ്മുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സായിട്ട് ഈ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നത്. അടുത്തായി വിവിധ ജില്ലകളിൽ ജില്ലാ പ്രസിഡന്റുമാരായി, ജില്ലയുടെ അധ്യക്ഷന്മാരായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളുടെ ലിസ്റ്റാണ് ഞാൻ പറയുന്നത്. ദയവ് ചെയ്ത് അവരും സ്റ്റേജിൽ ജോയിൻ ചെയ്യണം. എല്ലാവർക്കും നിങ്ങളെ ഒന്നുകൂടി കാണാനും പരിചയപ്പെടാനുമാണ്. തിരുവനന്തപുരത്ത് നിന്ന് പാസ്റ്റർ മനോജ് പോൾ. ഓക്കെ, ട്രിവാൻഡ്രത്ത് നിന്ന് പാസ്റ്റർ മനോജ് പോൾ, കൊല്ലത്ത് നിന്ന് സ്റ്റാൻലി അലക്സ്, പത്തനംതിട്ട ജില്ലയുടെ പ്രസിഡന്റ് ബെൻസൺ T, ആലപ്പുഴ ജില്ലയുടെ പ്രസിഡന്റ് സാംസൺ P ജെയിംസ്, കോട്ടയം ജില്ലയുടെ പ്രസിഡന്റ് അജി കുളങ്ങര, ഇടുക്കി ജില്ലയുടെ പ്രസിഡന്റ് ഷെയ്ജോ മാത്യു, എറണാകുളം ജില്ലയുടെ പ്രസിഡന്റ് റോയ് P തോമസ്, തൃശ്ശൂർ ജില്ലയുടെ പ്രസിഡന്റ് ബിജു ഐസക്, പാലക്കാട് ജില്ലയുടെ പ്രസിഡന്റ് ഷൈജു മാത്യു, മലപ്പുറത്ത് നിന്ന് റെജി എബ്രഹാം, കോഴിക്കോടിൻ്റെ പ്രസിഡന്റ് അശ്വന്ത്, വയനാടിൻ്റെ പ്രസിഡന്റ് ജിജോ സെബാസ്റ്റ്യൻ, കണ്ണൂരിൽ നിന്ന് ഐസക് ജോസഫ്, കാസർഗോഡിൻ്റെ പ്രസിഡന്റ് ജോർജ് PJ. ഇവരാണ് ഈ സംഘടനയെ മുന്നോട്ട് നയിക്കാനായി ഇന്ന് ചുമതല ഏറ്റെടുത്തിരിക്കുന്നവർ. ഇവരാണ്. ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതിനായിട്ട് ന്യൂ ലൈഫ് ക്രിസ്ത്യൻ ചർച്ചിൻ്റെ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ ഫിലിപ്പ് എബ്രഹാമിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം സദസ്സിലായിരിക്കുന്ന എല്ലാവരും ഇവർക്ക് വേണ്ടി അതിശക്തമായി പ്രാർത്ഥിക്കണം. നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന DBFൻ്റെ ഫ്രോണ്ടൽ ഓർഗനൈസേഷൻസിൻ്റെ കോർഡിനേറ്റേഴ്സായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന പോൾ മാള, പാസ്റ്റർ പോൾ മാള, റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന പോൾ മാള അവരുകളെ ഇവരോടൊപ്പം ചേരാനായിട്ട് വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മറ്റ് ചുമതലകളിലുള്ളവരും ദയവ് ചെയ്ത് വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായി പാസ്റ്റർ ഫിലിപ്പ് എബ്രഹാമിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു.
ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കേരളത്തിൽ DPFന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിയുക്തരായിരിക്കുന്ന ഈ ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഈ ഓഡിയൻസായി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കണ കർത്താവ് സമൂഹത്തെ സേവിപ്പാൻ DPFിനുള്ള ബന്ധത്തിൽ കർത്താവ് ഈ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും കർത്താവ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കുവാൻ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വളരെ സജീവമായി ഉത്സാഹത്തോടെ താല്പര്യത്തോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് അവരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരനേകർക്ക് അനുഗ്രഹ വിഷയമാറട്ടെ. ഈ കേരളത്തിലത് വലിയ സജീവമായ പ്രവർത്തനമായി മാറുവാൻ വലിയവനായ ദൈവ ശക്തിയോടെ ഇവരെ ഉപയോഗിക്കുകയും അനുഗ്രഹിക്കുകയും വരും കാലങ്ങളിൽ തളരാതെ ക്ഷീണിക്കാതെ പതറാതെ ശക്തിയോടെ ഉത്സാഹത്തോടെ എരിവോടെ പ്രവർത്തിപ്പാൻ പ്രിയപ്പെട്ട അനുഗ്രഹിക്കണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഓക്കെ, നമുക്ക് എല്ലാവരും അടുത്തതായി സംഘടനയുടെ തീം സോങ്ങിന്റെ പ്രസന്റേഷനാണ് നടക്കാൻ പോകുന്നത്. ദയവ് ചെയ്ത് എല്ലാവരും നിങ്ങളുടെ സീറ്റിൽ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒത്തിരി ആളുകൾ പുറകിൽ ചിതറി നിൽക്കുന്നതായിട്ട് തോന്നുന്നു. നമ്മുടെ തീം സോങ് പ്രസന്റേഷനാണ് നടക്കാൻ പോകുന്നത്. ചിറ്റൂർ ഗോപി രചിച്ച ഗോപിയുടെ വരികൾക്ക് സംഗീതവും ഓർക്കസ്ട്രേഷനും നൽകി ഈ തീം സോങ് ആലപിച്ചിരിക്കുന്നത് സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ സാംസൺ കോട്ടൂർ അവർ തന്നെയാണ്. നമുക്ക് ആ പാട്ട് കേൾക്കാം, പാട്ട് കാണാം. അതിനെല്ലാവരും നിങ്ങളുടെ സീറ്റുകളിൽ ഇരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.
മതവും വെറുതെ മനുഷ്യ മനസ്സുകളിരുവഴി പിരിയരുതരുതിനിയും നാടിൻ നമ്മുടെ ലക്ഷ്യം നേടിടുവാനിനി ഒത്തൊരുമിക്കുക നാം. സിരകളിലഗ്നി കണക്കെ ജ്വലിച്ചൊരു ധീരത പടവാളാക്കി പൊരുതുക നാം, പൊരുതുക നാം. ഒരു കടലായി മനസ്സുകളിൽ ഇരയിളകി അഭിമാനം ഭാരതമേ വാനോളം ഉയരും നിൻ അവദാനം. പകയും വെടിയും നമ്മൾ സ്വയമൊരനുഗ്രഹ ധന്യത നേടിയിടും. നാടിൻ കാക്കാൻ നമ്മൾ തുടരെ അചഞ്ചലരായി നിലകൊണ്ടിടും. എളിമയിലൊരുമ കലർന്ന കരുത്തിനെ നെഞ്ചിതിലേറ്റും നാളിൽ നമ്മൾ ജയിക്കും, നമ്മൾ ജയിക്കും. നമ്മുടെ ഈ പ്രിയനാടിൻ നന്മകളായി വിരിയും നാം. എന്നും ഒരേ സോദരരായി തമ്മിലിതാ ഉണരും നാം. എന്നും ഒരേ സോദരരായി തമ്മിലിതാ ഉണരും നാം. അതിമനോഹരമായ തീം സോങ് രചിച്ച ശ്രീ ചിറ്റൂർ ഗോപി അവർക്കും അതിന് മനോഹരമായ ഈണം നൽകി പാടി അവതരിപ്പിച്ച നമ്മുടെ പ്രസിഡന്റ് ശ്രീ സാംസൺ കോട്ടൂരിനും നമുക്ക് ഒരു പ്രാവശ്യം കൂടി അവരെ നമുക്ക് അഭിനന്ദിക്കാം. ഇതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഉദ്യമത്തെ സ്നേഹിച്ച് ആശംസകൾ അറിയിച്ചുകൊണ്ട് ബഹുമാന്യനായ തിരുവനന്തപുരത്തിൻ്റെ MP ഡോക്ടർ ശശി തരൂരും മൂവാറ്റുപുഴ MLA അഡ്വക്കേറ്റ് ഡോക്ടർ മാത്യു കുഴൽനാടനും അവരുടെ ആശംസാ സന്ദേശമടങ്ങിയ വീഡിയോകൾ നൽകിയിട്ടുണ്ട്. അതുകൂടി കണ്ടതിനു ശേഷം യോഗം ഉച്ചഭക്ഷണത്തിനായി പിരിയാം. Namaskaram, I'm Shashi Tharoor. I'm delighted to hear the news that the DBF is being established by a number of Christians across the states of Kerala who've been active in all 14 districts and who have come together as democratic-minded Christians of Kerala to create the DBF. It's an important opportunity to consolidate and fight for the rights of true believers in a secular society, and at the same time to stand up for Christian values, Christian ethics, and Christian morality in a world in which all of these are severely in question. My very best wishes to the DBF upon its inception on the 13th of January, and my apologies that I'm not able to be present personally. Good luck, and may you strengthen this noble cause through your efforts. Jai Hind. നമസ്കാരം.
പ്രിയമുള്ളവരെ, ഈ വരുന്ന 13-ാം തീയതി എറണാകുളം കല്ലൂർ IMA ഹാളിൽ വെച്ച് നടക്കുന്ന ഡെമോക്രാറ്റിക് ബിലീവേഴ്സ് ഫോറത്തിൻ്റെ സംസ്ഥാനതല നേതൃസംഗമത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം തന്നെ സംസ്ഥാനതല നേതൃസംഗമത്തിന് എൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും വിജയവും നന്മയും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ DBFുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വിവിധ കോൺഗ്രസ് നേതാക്കന്മാരെ നമ്മൾ സമീപിച്ചപ്പോൾ എല്ലാവരും വളരെ അവർ സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശശി തരൂർ MP ആണെങ്കിലും അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLA ആണെങ്കിലും അവരുടെ സാന്നിധ്യം കൊണ്ട് അവരിവിടെ വരുമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്, വരാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ അവരുടെ ചില പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ്സ് കൊണ്ടാണ് അവർക്ക് വരാൻ സാധിക്കാഞ്ഞത്. നമ്മളെ സ്നേഹിച്ച് നമ്മുടെ ഈ ഉദ്യമത്തിനെ ബഹുമാനിച്ച് റെസ്പെക്റ്റ് ചെയ്ത് ആദരിച്ചുകൊണ്ടാണ് അവരുടെ വീഡിയോ നമുക്ക് നൽകിയിട്ടുള്ളത്. അവരോടുള്ള നന്ദി ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. രാവിലെ മുതൽ ഇത്രയും നേരം നമ്മുടെ കൂടെ ഇരുന്ന് നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ നമ്മളെ പ്രചോദിപ്പിക്കുന്ന തരത്തിൽ നമ്മളോട് സംസാരിച്ച അഡ്വക്കേറ്റ് VS ജോയി, നമ്മുടെ തന്നെ അഭിമാനമാണ്, നമ്മുടെ സമൂഹത്തിൻ്റെ അഭിമാനമാണ്. അഡ്വക്കേറ്റ് VS ജോയിയെ ഒരു മൊമെൻറ്റോ കൊടുത്ത് ആദരിക്കാനായിട്ട് പാസ്റ്റർ TT ജേക്കബ്, അസംബ്ലീസ് ഓഫ് ഗോഡ് എറണാകുളം ഈസ്റ്റ് പ്രസ്ബിറ്റർ ആയിട്ടുള്ള പാസ്റ്റർ TT ജേക്കബിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ വിശ്വാസി ആയിരിക്കുന്ന നമ്മളെല്ലാവരും വാർത്താ മാധ്യമങ്ങളിൽ കൂടി കണ്ടതാണ്. ഒരു സമയത്ത് ഒരു വാർത്ത സൃഷ്ടിച്ച ഒരു വാർത്താതാരം തന്നെയായിരുന്നു. കേരളിൻ്റെ വിവാദമുണ്ടായ സമയത്ത് നമ്മുടെ സിസ്റ്റർ റോസ്ലി ഇവിടെയുണ്ടോ? കേരയിൽ സമയത്ത് ശരിക്കും ചാനലുകളിലും പത്രമാധ്യമങ്ങളിലും ഒക്കെ കടന്നു വന്ന് അതിശക്തമായ അഭിപ്രായം പറയുകയും അതിശക്തമായി പ്രതികരിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിത്വമാണ്. നമ്മുടെ സമൂഹത്തിൽ നിന്ന് ആരും പ്രത്യക്ഷത്തിൽ അങ്ങനെ പ്രതികരിക്കാൻ പോലും തയ്യാറാകാത്തൊരു സമയത്ത് പ്രതികരണശേഷിയുള്ളൊരു സമൂഹം കൂടിയാണ് നമ്മുടെ സമൂഹം എന്നൊരു സന്ദേശം കൂടി സമൂഹത്തിന് നൽകിയ ശ്രീമതി റോസ്ലി നമ്മുടെ യോഗത്തിന് കടന്നു വന്നു. നിങ്ങൾ പത്രമാധ്യമങ്ങൾ ചാനലുകളിൽ കൂടി കണ്ടതാണ്. റോസ്ലി സിസ്റ്ററിനെയാണ് റോഡിലൂടെ വലിച്ചഴിച്ചത്, കുഞ്ഞിൻ്റെ മുന്നിലൂടെ വലിച്ചഴിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇന്നത്തെ യോഗത്തിന്, ഇന്നത്തെ നമ്മുടെ സംഘടനയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാം സഹകരിച്ച നമ്മളെ വന്ന് സഹകരിച്ച എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരോടും എല്ലാ വ്യക്തികളോടുമുള്ള നന്ദി അറിയിക്കാനായിട്ട് നമ്മുടെ സംഘടനയുടെ ട്രഷററായിട്ടുള്ള ബ്രദർ റൂബൻ തോമസ് പള്ളിവടക്കേതിലിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. നിങ്ങളേവരും അറിയുന്ന പോലെ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്നും രൂപീകൃതമായ ഒരു ചെറിയ സംഘമാണ് ഇന്ന് 450ഓളം പേരടങ്ങുന്ന ഈ മഹാസമ്മേളനത്തിൽ വന്ന് സംഗമിച്ചിരിക്കുന്നത്. വലിയ ചരിത്രപരമായ നേട്ടമാണിത്. ഇതിന് ചുക്കാൻ പിടിച്ചവർ, സഹായിച്ചവർ, പിന്തുണച്ചവർ, പ്രാർത്ഥിച്ചവർ, അനുഗ്രഹിച്ചവർ, ഒപ്പം നിൽക്കുന്നവർ, ചേർത്ത് നിർത്തിയവരെ പറ്റി ഒരു വാക്ക് പറയാതെ പോകുന്നത് നന്ദികേടാന്നുള്ളത് കൊണ്ടാണ്. ഞാൻ സ്വല്പം സമയമെടുക്കും, ഒരു 5 മിനിറ്റ് ഞാൻ എടുക്കും. അതുകൊണ്ട് നമ്മളെ ആരൊക്കെയാണ്, എവിടെ നിന്നൊക്കെ സഹായിച്ചു, എത്രത്തോളം പേര് നമ്മളെ പിന്തുണയ്ക്കുന്നു എന്ന് അറിയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. ആദ്യം തന്നെ ക്ഷമയോടെ ഇത്രയും ദൂരം സഞ്ചരിച്ച് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളുന്ന ഇത്രയും ജില്ലകളിൽ നിന്നും ഏകദേശം 450ഓളം പ്രതിനിധികളെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത പ്രിയപ്പെട്ടവർ, അവരുടെ നിർദ്ദേശം അനുസരിച്ച് ഇവിടെ പ്രതിനിധികളായി കടന്നു വന്ന DBF നേതൃയോഗത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രതിനിധികളായ നിങ്ങളെയാണ് ഞാൻ ഏറ്റവും നന്ദിയോടെ സ്മരിക്കുന്നത്. എത്ര കണ്ട് നന്ദി പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം പറഞ്ഞാലും മതിയാവില്ല. അത്രത്തോളമായിരുന്നു നിങ്ങളുടെ സഹകരണവും സ്നേഹവും. ആദ്യം തന്നെ ഈ യോഗത്തിൻ്റെ വിശിഷ്ട അതിഥികളായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന ശ്രീ VD സതീശൻ അവറുകൾ, കേരള പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ എറണാകുളത്തിൻ്റെ ബഹുമാനപ്പെട്ട MP ശ്രീ ഹൈബീഡൻ അവറുകൾ, തൃക്കാക്കരയുടെ MLA ആയിരുന്ന ശ്രീമതി ഉമാ തോമസ് അവറുകൾ, KSUവിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡൻറ്റും നിലവിലെ മലപ്പുറം DCC പ്രസിഡൻറ്റുമായിരിക്കുന്ന പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് VS ജോയ്,
നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കോൺഗ്രസിൻ്റെ സന്തത സഹചാരി ശ്രീ ഷോബി ചാക്കോ, DBFൻ്റെ എക്കാലത്ത് സന്നദ്ധ സഹചാരിയും അതുപോലെ തന്നെ DBFൻ്റെ മെൻറ്ററുമായി പ്രവർത്തിക്കുന്ന KPCCയുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റായിട്ടുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺ സാമുൽ അവറുകൾ, രാഷ്ട്രീയപരമായിട്ടുള്ള പിന്തുണ നമുക്ക് തന്ന ഡോക്ടർ ശശി തരൂർ, അഡ്വക്കേറ്റ് മാത്യു കൊൾനാടൻ, അഡ്വക്കേറ്റ് ചാൻഡി ഉമ്മൻ MLA, കൊടിക്കുന്നിൽ സുരേഷ് MP, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ എബിൻ വർക്കി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി ശ്രീമതി സോയ ജോസഫ് എന്നിവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ DBFൻ്റെ ഉപദേശക സമിതി അംഗങ്ങളായി പ്രവർത്തിക്കുന്ന നെതർലാൻഡ്സിലായിരിക്കുന്ന പ്രിയപ്പെട്ട ജിജോയ് മാത്യു, അഡ്വക്കേറ്റ് ശ്യാം കുരുവള, ശ്രീ മോൻസി കിഴക്കേടത്ത്, ബെന്നി പുള്ളോളിക്കൽ എന്നിവരോടുള്ള നന്ദിയെ അറിയിക്കുന്നു. DBFൻ്റെ 14 ജില്ലാ പ്രസിഡന്റുമാരും അതുപോലെ തന്നെ അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന 14 ജില്ലാ കമ്മിറ്റികളെയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. DBFൻ്റെ ഈ യോഗത്തിൻ്റെ സംഘാടക സമിതി ആയി പ്രവർത്തിച്ചിട്ടുള്ള എറണാകുളം ജില്ലാ കമ്മിറ്റിയും തൃശ്ശൂർ കമ്മിറ്റിയോടുമുള്ള എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. അതിൻ്റെ പ്രസിഡന്റുമാരായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട റോയ് പി തോമസ് അവറുകൾ, എറണാകുളം ജില്ലയുടെ പ്രസിഡന്റ്, അതുപോലെ തൃശ്ശൂർ ജില്ലയുടെ പ്രസിഡന്റായിരിക്കുന്ന ബ്രദർ ബിജു ഐസക് എടപ്പറ എന്നിവരോടുള്ള നന്ദിയെ പ്രത്യേകം അറിയിക്കുന്നു. എറണാകുളം ജില്ലയുടെ നിർവാഹക സമിതി അംഗം ആയിട്ട് പ്രവർത്തിക്കുന്ന പാസ്റ്റർ ലൈജു ചെറിയാൻ, അതുപോലെ തൃശ്ശൂർ ജില്ലയുടെ നിർവാഹക സമിതി അംഗമായി പ്രവർത്തിക്കുന്ന ബ്രദർ എബി ആൻ്റണി എന്നിവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രതിനിധികൾക്കുമുള്ള സ്നേഹാദരം ഞങ്ങളിവിടെ അറിയിക്കുന്നു. നോർത്ത് കേരള കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട എബി ആൻ്റണി അവറുകൾ, അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ബ്രദർ ബിജു ഐസക്, സിസ്റ്റർ ബിന്ദു ബിജു, പാസ്റ്റർ പോൾ മാള എന്നിവരോടുള്ള നന്ദിയും ഈ തരുണത്തിൽ അറിയിക്കുന്നു. നമ്മുടെ സ്പിരിച്വൽ സെഷന് നേതൃത്വം നൽകിയ പാസ്റ്റർ ജോബി വർഗീസ് പത്തനംതിട്ട, പാസ്റ്റർ ലൈജു ചെറിയാൻ, ആലപ്പുഴയിൽ നിന്നും കടന്നു വന്ന പാസ്റ്റർ CM മാത്യു, പാസ്റ്റർ ഫിലിപ്പ് ഏബ്രഹാം എന്നിവർക്കുള്ള നന്ദിയും അറിയിക്കുന്നു. നമ്മുടെ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയും അതുപോലെ തന്നെ ആങ്കറിങ്ങിന് കാര്യമായ രീതിയിൽ തന്നെ ഈ യോഗം നല്ല പ്രാഗൽഭ്യത്തോടുകൂടി അവതരിപ്പിക്കുകയും ചെയ്ത ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോക്ടറേറ്റിന് അർഹതയായ പ്രിയപ്പെട്ട ഡോക്ടർ ഷെൻസി മാത്യുവിനെ ഈ തരുണത്തിൽ എല്ലാവിധ നന്ദി ആദരവുകളോടെ സ്മരിക്കുന്നു. ഫണ്ട് റേസിങ്ങിന് വേണ്ടി DBFൻ്റെ ഒരു സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പയാണ് അതിന് ആവശ്യമായിട്ടുള്ളൊരു പ്രവർത്തന ഫണ്ട് കണ്ടെത്തുക എന്നുള്ളത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കമ്മിറ്റി ഒരുപാട് വലഞ്ഞപ്പോൾ ഞങ്ങളെ സ്വന്തമെന്ന് കണക്കാക്കി, ഞങ്ങളെ സ്നേഹിച്ച്, ഞങ്ങളെ മാനിച്ച്, ഞങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിച്ച് ഞങ്ങളെ സഹായിച്ച വിദേശത്തും സ്വദേശത്തുമായിരിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാരുണ്ട് ഇവിടെ. പ്രിയപ്പെട്ട ജോയ്സ് പുന്തല അവർ ഒരു നിമിഷം ഒന്ന് എണീറ്റ് നിൽക്കാമെങ്കിൽ സന്തോഷമായിരുന്നു. UAE നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ട ജോയ്സ് പുന്തല, UK-യിലായിരിക്കുന്ന സിസ്റ്റർ ഹെപ്സിബ TM, UK-യിലായിരിക്കുന്ന ബ്രദർ ജിജോ ജോർജ്, UK-യിലായിരിക്കുന്ന ബ്രദർ റോബിൻ കുരുക്കാല, UAE-യിലായിരിക്കുന്ന ബ്രദർ ലിജോ എറയിൽ, ഇപ്പോൾ UAE-യിലായിരിക്കുന്ന ബ്രദർ തോമസ് ടി ജോൺ, DBFൻ്റെ മുൻ ട്രഷററായിരുന്നു. ഈ സഹോദരങ്ങളാണ് വിദേശത്തിരുന്നുകൊണ്ട് സാമ്പത്തികമായ വിഷയങ്ങളിൽ നമ്മളെ സഹായിക്കാനുള്ള ആഹ്വാനം നൽകുകയും അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അവരോടുള്ള നന്ദിയെ ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥനയാൽ ഞങ്ങളെ സഹായിച്ച DBFൻ്റെ ഈ സമ്മേളനം നടക്കുന്നു എന്നറിഞ്ഞ കാലം മുതൽ തന്നെ എല്ലാ ബുധനാഴ്ചകളിലും ഇടവിടാതെ തന്നെ ഒരു പ്രാർത്ഥനാ യോഗം നമ്മൾ സൂം എന്ന പ്ലാറ്റ്ഫോമിൽ നടത്തുകയുണ്ടായി. ആ സൂം പ്ലാറ്റ്ഫോമിൽ പ്രാർത്ഥനകൾക്ക് വേണ്ടി നമ്മളെ സഹായിച്ച അനേകം ദേവദാസന്മാർ നമ്മുടെ ഇടയിലുണ്ട്. ആ ദേവദാസന്മാരെയെല്ലാം ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ മ്യൂസിക് ആൻഡ് വർഷിപ്പിന് നേതൃത്വം കൊടുത്ത ടീമിനെ പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുന്നു. അവരുടെ മഹനീയമായ സേവനത്തിനായിട്ടുള്ള എല്ലാ നന്ദിയും ഈ തരുണത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ഡിജിറ്റൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മളെ സഹായിച്ച ചാരുത ഡിസൈൻസിൻ്റെ കോർഡിനേറ്ററായിരിക്കുന്ന മിസ്റ്റർ ബിനു ചാരുത, അതുപോലെ തന്നെ ഈ വേദിയുടെ ഒരു മൂലയ്ക്കിരിക്കേണ്ടവരല്ല, ഒരു വളരെയധികം കഴിവുള്ള ചെറുപ്പക്കാരാണ് മിസ്റ്റർ ബെഞ്ചമിൻ ആൻഡ് സ്റ്റീഫൻ. ഈ സംവിധാനങ്ങളുടെ എല്ലാം പിന്നിലെ ബ്രെയിൻ മൈൻഡ് അവരാണ്. ആ ഡിജിറ്റൽ മീഡിയ സപ്പോർട്ട് നൽകുന്നതിലുള്ള എല്ലാ നന്ദിയെ ഞങ്ങൾ അറിയിക്കുന്നു. ലൈവ് ടെലികാസ്റ്റിങ്ങിലൂടെ ഞങ്ങളെ സഹായിക്കുന്ന ബ്രദർ ഫിജോ, ട്രൂ മീഡിയ പ്രത്യേകമുള്ള നന്ദി അറിയിക്കുന്നു. ഈ യോഗത്തിനുള്ള സാങ്ഷൻ നൽകുകയും എല്ലാവിധ സംരക്ഷണയും എല്ലാവിധ പിന്തുണയും നൽകിയിട്ടുള്ള കൊച്ചി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ഇത്തരത്തിലുള്ളൊരു വേദി, മനോഹരമായൊരു വേദി നമുക്കായി ഒരുക്കി തന്ന IMA ഹൗസിൻ്റെ മാനേജ്മെൻറ്റിനുള്ള എല്ലാ നന്ദി അറിയിക്കുന്നു. വളരെ വിഭവസമൃദ്ധമായിട്ടുള്ള ആഹാര ക്രമീകരണം നമുക്കായി നൽകിയ നില കാറ്റേഴ്സിനെ ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. ഈ യോഗത്തിൻ്റെ പത്രക്കുറിപ്പുകളും വാർത്തകളും നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കൊടുത്ത് ഈ യോഗത്തിന് വേണ്ട വാർത്താ പ്രാധാന്യം നൽകിയ എല്ലാ
സെക്യുലർ മാധ്യമങ്ങളെയും ഈ അവസരത്തിൽ നന്ദിയോട് സ്മരിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, എത്ര കണ്ട് നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ എളിയ വാക്കുകളിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. നന്ദി, നന്ദി, നന്ദി. വീണ്ടും സൗണ്ട് സിസ്റ്റം നമുക്കായി ക്രമീകരിച്ച പ്രിയ സഹോദരങ്ങളെ ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും നമ്മളെ സഹായിച്ച പ്രിയപ്പെട്ടവർ. അവസാനിപ്പിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം. 2024 എന്നൊരു വലിയ കടമ്പ നമ്മുടെ മുന്നിലുണ്ട്. അതിനുശേഷം 2026 എന്നുള്ളൊരു വലിയ കടമ്പയും നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ മുന്നേറും, നമ്മൾ ഒരുമിച്ച് നിൽക്കും. നമുക്ക് DBFുമായിട്ട് ചേർന്ന് നിന്ന് പുതുചരിത്രം രചിക്കാം. അതായത് ഇനിയും നമുക്ക് കണ്ടുമുട്ടുമ്പോൾ നമ്മളിൽ നിന്നും 1000 JSമാരും 1000 VSമാരും 1000 മറ്റ് പൊതു സാംസ്കാരിക മേഖലകൾ ശോഭിക്കുന്ന വ്യക്തിത്വങ്ങളും ഉണ്ടായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. DBF അതിനെല്ലാം ഒരു വഴിത്തിരിവായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അവസാനമായി പ്രാർത്ഥിച്ച് തന്നെ നമുക്ക് പിരിയാം. പ്രാർത്ഥനയ്ക്കായിട്ട് കൊച്ചിൻ പെൻറ്റിക്കോസ്റ്റൽ ഫെലോഷിപ്പിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള പാസ്റ്റർ PC ജോസഫിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവസന്നിധിയിൽ ദയവായി നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. പ്ലീസ്. അനുഗ്രഹീതമായ ഈ സമ്മേളനത്തിൻ്റെ പ്രഭാത സമയം മുതൽ രാവിലെ മുതൽ ഇതുവരെയും നല്ല സന്ദേശങ്ങൾ കേൾക്കുവാൻ ശാന്തമായ അന്തരീക്ഷത്തിൽ നമുക്ക് ഒരുമിച്ച് ഇവിടെ സ്പെൻഡ് ചെയ്യുവാനിടയായല്ലോ. പ്രാർത്ഥനയോടും ആശീർവാദത്തോടും നമുക്ക് മടങ്ങാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ നല്ല നിമിഷത്തിനായി ഞങ്ങൾ തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന്, പ്രത്യേകിച്ച് എറണാകുളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ധാരാളം പ്രിയപ്പെട്ടവർക്ക് ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെയും ഇവിടെ ചെലവഴിക്കുവാൻ, പ്രത്യേകിച്ച് ഈ സംരംഭത്തിൻ്റെ ലോഞ്ച് ചെയ്യുന്ന ഈ പ്രത്യേകമായ സമയങ്ങളിൽ ഞങ്ങളുടെ ആവശ്യബോധവും ഞങ്ങൾ വന്നെത്തിയിരിക്കുന്ന സാഹചര്യവും ഒന്നുകൂടെ വിലയിരുത്തുവാൻ അവിടെ നൽകിയ സാവകാശത്തിനായും അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. ഞങ്ങളുടെ ആശ്രയം ദൈവമാണ്. ആത്യന്തികമായ ഞങ്ങളുടെ സഹായകൻ ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ലോകത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ധാരാളം പരിമിതികളും ഞങ്ങളുടെ ആവശ്യങ്ങളുമുണ്ട്. ഞങ്ങളൊരു സംഘടിത ശക്തിയായി ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടിയും അപ്പോൾ തന്നെ ഞങ്ങളുടെ പൗരാവകാശവും വിനിയോഗിക്കത്തക്ക നിലയിൽ ഈ സംരംഭത്തെ തുടർന്ന് വളർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണം. ഇതിൻ്റെ ജില്ലാ ഭാരവാഹികൾ, മറ്റു ചുമതലക്കാർ, ഇതിന് പിന്നിൽ സാമ്പത്തികമായി സഹായിച്ചവർ എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. കർത്താവിന് സാന്നിധ്യം ഞങ്ങൾക്ക് നൽകിയതിനായി തിരുമേനിക്ക് നന്ദി പറയുന്നു. ഇപ്പോൾ ഞങ്ങൾ സമാധാനത്തോടെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങട്ടെ. തിരുസാന്നിധ്യം കൂടെ ഇരിക്കണം. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം. ഈ പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ളതായിരിക്കുന്ന എല്ലാ വിജയത്തിനും നടത്തിപ്പിനും ദൈവത്തിൻ്റെ മഹാകൃപയിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ആശീർവാദവും ഇപ്പോഴും എപ്പോഴും നാം കടന്നു പോകുന്ന മടക്കിയ യാത്രയിലും ഈ സംരംഭത്തിൻ്റെ വളർച്ചയിലും കാലാവസാനത്തോളം ഇരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു. ദേശീയഗാനത്തോടു കൂടി നമുക്ക് പിരിയാവുന്നതാണ്.